മുബഷിർ പി അക്ബർ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് റിപ്പോർട്ടർ ടിവിയോട് ബഹാവുദ്ദീൻ നദ്വി. എന്താണ് ഇന്നലെ യഥാർത്ഥത്തിൽ മുഷാവറ യോഗത്തിൽ സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായി. പൊട്ടിത്തെറിയുന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ലെങ്കിലും വാഗ്വാദങ്ങൾ ഉണ്ടായി, അഭിപ്രായ വ്യത്യാസം അവിടെയുണ്ടായി. ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യമുണ്ടായി. കള്ളന്മാർ എന്ന് വിശേഷിപ്പിച്ചത് സഭയിൽ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി. തീർച്ചയായും മുഷാവറയുടെ ഒരു യോഗത്തിലും സംഭവിക്കാത്ത അസാധാരണമായ കാര്യങ്ങളാണ് ഇന്നലെ സംഭവിച്ചത് എന്നതല്ലേ ഇപ്പോൾ നദ്വിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മുബഷിർ? നിശ്ചയമായും അങ്ങനെ തന്നെ പറയേണ്ടി വരും അരുൺകുമാർ. കാരണം ഇന്നലെ യോഗമുണ്ടായ ഘട്ടത്തിൽ യോഗത്തിൽ നിന്നും ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയെന്ന രീതിയിലൊക്കെ തന്നെ വാർത്തകൾ വന്നിരുന്നു. പിന്നീട് സംസ്ഥയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് പ്രസ്താവന ഇറങ്ങിയിരുന്നു. അത്തരം സംഭവം ഉണ്ടായിട്ടില്ല. ആ യോഗം താൽക്കാലികമായി നിർത്തിവെച്ചേക്കാണ്. മറ്റൊരു ദിവസം യോഗം ചേരുമെന്നുള്ളതായിരുന്നു പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ കൃത്യമായിട്ടും പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് സംസ്ഥയുടെ അധ്യക്ഷനായിട്ടുള്ള ജഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതെന്ന് പൂർണ്ണമായിട്ടും സമ്മതിക്കുകയാണ്. ഈ ഒരു യോഗത്തിൽ പങ്കെടുത്ത നേതാവ് കൂടിയായിട്ടുള്ള കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പലതരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഇന്നലെ കേന്ദ്ര മുഷാവറ യോഗം കോഴിക്കോട് ചേർന്നിരുന്നത്. ജഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഒരു ഘട്ടത്തിൽ മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ഉമർ ഫൈസിക്കെതിരെ സമിതിക്കുള്ളിൽ നിന്ന് തന്നെ വന്ന പരാതികൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു സമയം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഉമർ ഫൈസി പുറത്ത് നിൽക്കണമെന്ന് ഉമർ ഫൈസിയോട് ജഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ അഭ്യർത്ഥിക്കുന്നു. അങ്ങൊന്ന് പുറത്ത് ഇറങ്ങി നിൽക്കണം, അങ്ങയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടമായതുകൊണ്ട് തന്നെ എന്ന് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ചർച്ചയിലൊന്നും തന്നെ ഇടപെടില്ല, നിങ്ങളിവിടെ ചർച്ച ചെയ്തോളൂ, അതിനെ ബാധിക്കുന്ന രീതിയിലുള്ള സംസാരമൊന്നും തന്നെ തൻ്റെ ഭാഗത്തുണ്ടാകില്ല എന്ന് ഉമർ ഫൈസി പറയുകയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം ആ ഒരു ഘട്ടത്തിൽ രംഗത്ത് വരുന്നു. സാധാരണഗതിയിൽ അത്തരമൊരു ആവശ്യം സമസ്തയുടെ അധ്യക്ഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അനുസരിക്കുന്നതാണ് സമസ്തയുടെ പതിവ് രീതി. അതിന് വിഭിന്നമായിട്ട് സമസ്തയുടെ അധ്യക്ഷന് മറുവാദം ഉന്നയിക്കുന്ന സംസാരം ഉമർ ഫൈസിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അദ്ദേഹം ഇറങ്ങിപ്പോകാൻ അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു യോഗത്തിൽ നിന്നും ഇറങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതിനെ ചൊല്ലിയാണ് ആ ഒരു ഘട്ടത്തിൽ തർക്കമുണ്ടാകുന്നത്. മാറി നിൽക്കണമെന്ന് ബഹാവുദ്ദീൻ നദ്വി ഉൾപ്പെടെയുള്ള ആളുകൾ മുഷാവറ യോഗത്തിൽ ആവശ്യപ്പെടുന്നു. ആ ഒരു ഘട്ടത്തിൽ ഉമർ ഫൈസി തിരിച്ചു പറഞ്ഞ മറുപടിയാണ് ജഫ്രി തങ്ങളെ ഉൾപ്പെടെ പ്രകോപിപ്പിച്ചത്. നിങ്ങൾ കുറച്ച് കള്ളന്മാർ പറഞ്ഞത് കേൾക്കുന്നതല്ല എൻ്റെ രീതി, എൻ്റെ കാര്യം എന്നുള്ളതായിരുന്നു ഉമർ ഫൈസി പറഞ്ഞത്. അത് ജഫ്രി തങ്ങളെയും പ്രകോപിപ്പിക്കുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞ കള്ളന്മാരുടെ ഗണത്തിൽ ഞങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുമെന്നുള്ള ഒരു ചോദ്യം ജഫ്രി തങ്ങൾ തിരിച്ചുന്നയിക്കുന്നു. എന്നിട്ട് അദ്ദേഹം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ബഹാവുദ്ദീൻ നദ്വി വ്യക്തമാക്കുന്നത്. കൂടാതെ ബഹാവുദ്ദീൻ നദ്വി ആ ഒരു ഘട്ടത്തിൽ തന്നെ ഉമർ ഫൈസിയോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് പറഞ്ഞ കള്ളന്മാരുടെ പട്ടികയിൽ ഞാൻ ഉൾപ്പെടെ പെടുമല്ലോ എന്നുള്ളത് ഉമർ ഫൈസിയോട് തിരിച്ച് ബഹാവുദ്ദീൻ നദ്വി ചോദിക്കുന്നുണ്ട്. നിങ്ങളെന്നും തന്നെയല്ലോ ഉദ്ദേശിച്ച് പറഞ്ഞത് എന്നുള്ളതായിരുന്നു ഉമർ ഫൈസിയുടെ ആ ഒരു ഘട്ടത്തിലുള്ള മറുപടി. എന്തായാലും അസാധാരണമായ അതിനാടകീയമായ സംഭവങ്ങൾക്ക് തന്നെയാണ് ഇന്നലെ കോഴിക്കോട് ചേർന്ന മുഷാവറ യോഗം സാക്ഷ്യം വഹിച്ചത് എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു സൗണ്ട് ബൈറ്റ് തന്നെ ഒരു ഘട്ടത്തിൽ ബഹാവുദ്ദീൻ നദ്വി തന്നെ നടത്തിയിരിക്കുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഉമർ ഫൈസിക്കെതിരെ നടപടി ഉണ്ടാകണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നേതാവായിട്ട്, സമസ്തയിലെ നേതാവായിട്ട് ഉമർ ഫൈസി മാറി എന്നുള്ളതാണ് മറ്റൊരു മുഷാവറ അംഗമായിട്ടുള്ള ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞിട്ടുള്ളത്. സമസ്തയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ വിധം പാണക്കാട് കുടുംബാംഗത്തെ അവഹേളിച്ചുകൊണ്ടൊരു മുഷാവറ അംഗം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന സമസ്തയുടെ മുഷാവറ യോഗത്തിലും സമാനമായ പരാതികൾ ഉന്നയിക്കുമെന്നുള്ളതാണ് ബഹാവുദ്ദീൻ നദ്വി വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പ്രധാനപ്പെട്ട സമുദായ സംഘടനയായ സമസ്തയുടെ നിർണായക യോഗങ്ങളും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാഴ്ച. അരുൺകുമാർ, തീർച്ചയായിട്ടും അതാണ് നിർഭാഗ്യകരമായ കാഴ്ച. സമസ്തയിലെയും ഒപ്പം തന്നെ വിശ്വാസികളെയും സംബന്ധിച്ച് മുഷാവറ യോഗം എന്ന് പറയുന്നത് വളരെ പണ്ഡിത ശ്രേഷ്ഠന്മാർ ഒരുമിച്ചിരുന്ന് കൂടിയാലോചന നടത്തിയെടുക്കുന്ന തീരുമാനമാണ് മുഷാവറയിൽ നിന്നുണ്ടാവേണ്ടത്. ആ മുഷാവറ യോഗത്തിലാണ് അത്തരത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രീതികളിലേക്ക് ചേരി തിരിഞ്ഞു നിന്ന് വാഗ്വാദങ്ങൾ നടത്തിയത് എന്നതാണ് ഇതിൽ വ്യക്തമാകുന്നത്. അതാണ് അസാധാരണമായ ഒരു സംഭവമായി എല്ലാവരും കരുതുന്നത്.